മഹാദേവൻ അഥവാ പരമശിവന്റെ ദിവ്യമായ ഒരു വില്ല്, ത്രിപുര ദഹനത്തിനായി ഭഗവാൻ ഉപയോഗിച്ചിരുന്ന വില്ല്, ഒടുവിൽ ശ്രീരാമൻ സീതാദേവിയെ സ്വന്തമാക്കിയതും ഈ വില്ലിലൂടെയാണ്. ഈ വില്ലിന്റെ പേര് പിനാകമെന്നാണ്. ഈ പിനാകം എന്ന പേരിലുള്ള ഇന്ത്യയുടെ ഈ മിസൈലിന് വലിയ രീതിയിലുള്ള ആവശ്യക്കാരാണ്. നിലവിൽ ഗ്രീസ്, അർമേനിയ, താജിക്സ്ഥാൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിന്റെ വലിയ ആവശ്യക്കാർ. ഇപ്പോഴത്തെ അവിടത്തേക്ക് വലിയൊരു ആവശ്യവുമായി ഈ പിനാക മിസൈൽ അടക്കമുള്ള ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വലിയൊരു ആവശ്യക്കാരായി ഫ്രാൻസ് കൂടി രംഗത്തെത്തുന്നു. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി ഫ്രാൻസിന്റെ വ്യോമ എഞ്ചിനുകളും മറ്റുമൊക്കെയാണ് നാം വാങ്ങുന്നത്. ഇപ്പോൾ ഫ്രാൻസ് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ തയ്യാറെടുക്കുന്നു എന്ന് ഫ്രഞ്ച് മാധ്യമമായ ലെമോണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇന്ത്യ ഞങ്ങൾ ആയുധം വിൽക്കുന്ന ഒരു രാജ്യമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സഹകരണമാണ് ഇപ്പോഴുള്ള പുതിയ തന്ത്രമെന്ന് കൂടി ഫ്രാൻസ് പറയുന്നു. പതിറ്റാണ്ടുകളായി ഫ്രഞ്ച് വിമാനങ്ങളെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. അതിന് പകരമായി അവരുടെ ആയുധങ്ങൾ വാങ്ങുകയാണ്. അവരുടെ ആയുധങ്ങളെല്ലാം തന്നെ യുദ്ധഭൂമിയിൽ പരീക്ഷിച്ച് വിജയിച്ചവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതലായി വാങ്ങുന്നത്. പിനാക റോക്കറ്റുകളെ കൂടാതെ പീരങ്കി സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയറുകൾ തുടങ്ങിയവയും മറ്റ് ആയുധങ്ങളും വാങ്ങും എന്ന് തന്നെയാണ്. ഇവിടെ ഫ്രാൻസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധ വ്യാപാരം, അതായത് ഇവിടെ നിന്ന് വിമാനങ്ങളും മറ്റും കൊടുക്കുമ്പോൾ അവിടെ നിന്ന് മിസൈലുകൾ ഉൾപ്പെടെ വാങ്ങുന്ന ഒരു രീതി. ഇതിനായി ഫ്രാൻസ് പറയുന്നത് ഏറ്റവും ലോകത്തെ വിശ്വാസ്യതയുള്ള ആഗോള ആയുധ വ്യാപാരിയായി ഇന്ത്യ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ വിശ്വസ്തരായ ഒരു പങ്കാളികളെയാണ് തങ്ങൾ തേടുന്നത്. അതായത് ഫ്രാൻസിന്റെ ഈ റഫേൽ അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യയിലാണ് ഇനി മുതൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിശ്വസ്തരായ ഒരു നിർമ്മാണ പങ്കാളി കൂടിയാണ് ഇന്ത്യ, അല്ലാതെ വെറും ഒരു ഉപഭോഗ രാജ്യമല്ല എന്ന് ഫ്രാൻസ് പറയുമ്പോൾ യൂറോപ്യൻ കൺട്രികളിലാകെ ഇപ്പോൾ തരംഗമായി മാറുകയാണ് ഈ പിനാക. ആദ്യമായി പിനാക യൂറോപ്യൻ കൺട്രികൾ വാങ്ങുന്ന രാജ്യം ഗ്രീസാണ്. ഗ്രീസ് അനവധി പിനാക ഈ റോക്കറ്റുകൾ വാങ്ങിയിരുന്നു. അതിന് പിന്നാലെ തന്നെ സൈപ്രസ് വാങ്ങിയിരുന്നു. ഈ പറയുന്ന അർമേനിയ അടക്കമുള്ള രാജ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഓർഡറുകൾ നൽകിയിരുന്നു. ഇപ്പോഴിതാ ഫ്രാൻസ് തന്നെ നേരിട്ട് ആയുധം വാങ്ങാൻ തയ്യാറെടുക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.